മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക മലപ്പുറം നഗരസഭയിലെ 45 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആദ്യ കൗൺസിൽ യോഗവും നടന്നു. വീട്, വില്ല, ഫ്ളാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന കുഴിഞ്ഞുപോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ്. വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്തത. ഫോൺ 9645072222. മലപ്പുറം നഗരസഭയിലെ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണാധികാരിയായ പട്ടികജാതി വികസന ഓഫീസർ KP ഷാജി, മുതിർന്ന അംഗമായ മൂന്നാംപടി ഡിവിഷനിൽ നിന്നും വിജയിച്ച KV ഗീതയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം KV ഗീത മോഹൻ മറ്റ് 44 അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നഗരസഭാ കൗൺസിൽ ഹാളിൽ ആദ്യത്തെ കൗൺസിൽ യോഗവും നടന്നു. അംഗങ്ങൾ ഓരോരുത്തരും പരസ്പരം പരിചയപ്പെട്ട ശേഷം ജീവനക്കാരും പുതിയ കൗൺസിലർമാരും ചേർന്ന് ഒരുമിച്ച് ഫോട്ടോ സെഷനും ഉണ്ടായിരുന്നു. നേരത്തെ ജനിച്ചുപോയതിൽ ഇപ്പോഴാണ് സന്തോഷവും അഭിമാനവും തോന്നുന്നത് എന്ന് സീനിയോറിറ്റി പരിഗണിച്ച് ഇന്ന് കൗൺസിൽ യോഗം നിയന്ത്രിച്ച മൂന്നാം പടിയിലെ കൗൺസിലർ KV ഗീത മോഹൻ പറഞ്ഞത് യോഗത്തിൽ ചിരി പടർത്തി. അകാലത്തിൽ പൊലിഞ്ഞുപോയ കഴിഞ്ഞ കൗൺസിലിലെ സിദ്ദീഖ് നൂറെങ്കിലിനെ അനുസ്മരിച്ച് 45-ാം വാർഡിലെ കൗൺസിലർ മൻസൂർ ഭാവ പറഞ്ഞത് ഹൃദയനൊമ്പരമായിരുന്നു. കഴിഞ്ഞ വാർഡ് കൗൺസിലർ കൂടെ എല്ലാ വികസന പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി എൻ്റെ കൂടെ പ്രവർത്തിച്ച 39-ാം വാർഡ് കൗൺസിലർ സിദ്ദീഖ് അധിക ദിവസങ്ങളിലും എനിക്ക് വിളിക്കും. ഇതേപോലെ ഒഴിവുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് വാങ്ങും. കാരണം എന്താ കൊണ്ടുപോയി എന്നോട് പറയും ഈ കസേരയിൽ അടുത്ത പ്രാവശ്യം ഈ കസേരയിൽ ഇരിക്കാനുള്ള ആളാണ്. അതുകൊണ്ട് ഞാനിവിടെ കൗൺസിലറായി ഈ ചെയറിൽ ഇരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് സിദ്ദീഖ്. കൗൺസിൽ യോഗം സമാപിക്കുമ്പോഴേക്കും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പുതിയ ഭരണസമിതിയിൽ ചെയർപേഴ്സണായി അഡ്വക്കേറ്റ് റിനീഷയെയും, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായി ഹാരിസ മിയൻ, പരി മജീദ്, മറിയുമ്മ ഷെരീഫ്, സമീറ മുസ്തഫ, ആബിദ എട്ടുവീട്ടിൽ തുടങ്ങിയവരെയും പ്രഖ്യാപിച്ചു. തുടർന്ന് നഗരസഭാ ഓഫീസിൽ നിയുക്ത ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷയ്ക്ക് അനുമോദനങ്ങൾ നൽകി. ഈ നേട്ടത്തിന് പിന്നിൽ പിന്തുണച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും അവർ നന്ദി പറഞ്ഞു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം. ആദ്യമേ ഇതിന് അവസരം നൽകിയ എൻ്റെ പ്രിയ വോട്ടർമാർക്ക്, രാവും പകലുമില്ലാതെ എൻ്റെ കൂടെ പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നന്ദി.